ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടേമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ചെയ്തു, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന രീതിയിലുള്ള മീനിങ്ങിനെ വേർഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം. ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം ഇത് അവർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിൽ കോമെൻറ്റ് സെക്ഷനിൽ കുറേ ആളുകൾ ഇത് വളരെ കൺഫ്യൂസിങ് ആണെന്ന് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൻ്റെ രീതികൾ ഓൾറെഡി നിങ്ങൾക്കറിയാം. എപ്പോഴും ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് എടുക്കുന്നതാണ് ഏതൊരു ഭാഷ പഠിക്കുന്ന സമയത്തും നല്ലത്. ആ ഒരു രീതിയിലാണ് ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ക്ലാസ്സുകൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. അതിൽ കോളിംഗ് ആക്ടിവിറ്റി, ലിസണിങ് ആക്ടിവിറ്റി, റീഡിംഗ് ആക്ടിവിറ്റി, റൈറ്റിംഗ് ആക്ടിവിറ്റി എല്ലാം ഉൾപ്പെടുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേം പറയുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് വൈ ഡിഡ് യു എന്ന പ്രയോഗമാണ്. വൈ ഡിഡ് യു, എന്തുകൊണ്ട് നീ അത് ചെയ്തു. വൈ ഡിഡ് യു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യം പറയണം. എങ്ങനെയാണ് പറയുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. വൈ ഡിഡ് യു കം യെസ്റ്റർഡേ, നീ എന്തുകൊണ്ട് ഇന്നലെ വന്നു. വൈ ഡിഡ് യു കം യെസ്റ്റർഡേ, നീ എന്തുകൊണ്ട് ഇന്നലെ വന്നു. ഓക്കെ, ഇനി അത് കം എന്ന രീതിയിലായതുകൊണ്ട് വന്നു എന്ന മീനിങ് നമുക്ക് കിട്ടി. അവിടെ നമ്മൾ മാറ്റുകയാണെങ്കിലോ വൈ ഡിഡ് യു മീറ്റ് ഹിം എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിലോ നീ എന്തിനാ ഇന്നലെ അവനെ കണ്ടത്. വൈ ഡിഡ് യു മീറ്റ് ഹിം. ഓക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് കണ്ടു. മീറ്റ് എന്ന വേർഡും സോ എന്ന വേർഡും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി വൈ ഡിഡ് യു അറ്റൻഡ് ദ കോൺസേർട്ട്, നീ എന്തിനാണ് കോൺസേർട്ട് അറ്റൻഡ് ചെയ്തത്. വൈ ഡിഡ് യു. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈ ഡിഡ് യു എന്ന പ്രയോഗമാണ് കേട്ടോ. വൈ ഡിഡ് യു. ഓക്കെ, നീ എന്തുകൊണ്ടത് ചെയ്തു. വൈ ഡിഡ് യു സീ ഹിം, അല്ലെങ്കിൽ വൈ ഡിഡ് യു മീറ്റ് ഹിം, വൈ ഡിഡ് യു കോൾ ഹിം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ വരുന്നത്. ഓക്കെ, വൈ ഡിഡ് യു കോൾ ഹിം, നീ എന്തിനാണ് അവനെ വിളിച്ചത്. വൈ ഡിഡ് യു കോൾ ഹിം. ഓക്കെ, വൈ ഡിഡ് യു കോൾ ഹിം എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാവിന് ഇത് വഴങ്ങും. ഓക്കെ, കൂടുതലും സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. അതാണ് ഈ NLP മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളോട് പറയുന്നില്ലേ, അത് ഇത് തന്നെയാണ് സംഭവം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. എല്ലാ വേർഡ്സും നമ്മൾ അങ്ങനെ തന്നെയാണ്. മലയാളവും നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചത് അല്ലേ. അതായത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കേട്ട് അങ്ങനെ തന്നെയാണ് നമ്മളൊരു ഭാഷ പഠിക്കുക. ഓക്കെ, അതിന് നമ്മളൊരു പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേ നമ്മളും എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അത് തന്നെയാണ്. എനിവേ, ഇനി വൈ ഡിഡ് യു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസ്, നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസ് സബ്സ്ക്രൈബ് ചെയ്തത്. ഓക്കെ, വൈ ഡിഡ് യു സബ്സ്ക്രൈബ്. ഓക്കെ, വൈ ഡിഡ് യു ലൈക്ക്, വൈ ഡിഡ് യു ഷെയർ എന്ന രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് വൈ ഡിൻ യു എന്ന് പറയുന്നത്. ഇപ്പം ഡിൻ എന്ന ഈ ഒരു ഫ്രേസിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, എല്ലാവരും ഇത് ഡിൻറ്റ് എന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഡിൻറ്റ്. വൈ ഡിൻറ്റ് യു. ഒരുപാട് ആളുകൾ വൈ ഡിഡിൻറ്റ് യു എന്ന രീതിയിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വൈ ഡിൻ യു എന്ന രീതിയിൽ പറഞ്ഞാൽ തന്നെ വൈ ഡിഡിൻറ്റ് യു എന്ന രീതിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് തോന്നുക. ഓക്കെ, നേറ്റീവ് സ്പീക്കേഴ്സും ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെയൊക്കെ നമ്മളൊരു ഇൻറ്റ് ചേർക്കുകയാണെന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ മീനിങ് വരിക ഒന്ന് നോക്കിയേ. വൈ ഡിഡ് യു കം യെസ്റ്റർഡേ, നീ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല. വൈ ഡിഡ് യു കം യെസ്റ്റർഡേ, സിമ്പിൾ അല്ലേ. വൈ ഡിഡ് യു കം യെസ്റ്റർഡേ, നീ എന്താ ഇന്നലെ വരാതിരുന്നത്, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല. ഈ രണ്ട് രീതിയിൽ നമുക്ക് മലയാളത്തിൽ പറയാം. ഇനി വൈ ഡിഡ് യു മീറ്റ് ഹിം, നീ എന്താ അവനെ കാണാഞ്ഞത്. വൈ ഡിഡ് യു മീറ്റ് ഹിം. ഓക്കെ, നീ എന്തേ അവനെ കാണാഞ്ഞത്, നീ എന്തുകൊണ്ട് അവനെ കണ്ടില്ല എന്ന രീതിയിൽ നമുക്ക് പറയാം. വൈ ഡിഡ് യു അറ്റൻഡ് ദ കോൺസേർട്ട്, നീ എന്തുകൊണ്ട് കോൺസേർട്ട് അറ്റൻഡ് ചെയ്തില്ല, എന്തേ ചെയ്യാതിരുന്നത് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. വൈ ഡിഡ് യു അറ്റൻഡ് ദ കോൺസേർട്ട്. ഇനി വൈ ഡിഡ് യു കോൾ ഹിം, നീ എന്തുകൊണ്ട് അവനെ വിളിച്ചില്ല. വൈ ഡിഡ് യു കോൾ ഹിം, നീ എന്തുകൊണ്ട് അവനെ വിളിച്ചില്ല. വൈ ഡിഡ് യു കോൾ ഹിം. ഓക്കെ, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, ഇനി വൈ ഡിഡ് യു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസ്, നിങ്ങൾ എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസ് സബ്സ്ക്രൈബ് ചെയ്തില്ല. ഞാൻ ശക്തമായി ചോദിച്ചു പോവുകയാണ്. വൈ ഡിഡ് യു subscribe? Why didn't you like? Why didn't you subscribe? Why didn't you like? Why didn't you share English Guru Campus videos?
സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ചെയ്തില്ല, കണ്ടില്ല എന്ന രീതിയിൽ നെഗറ്റീവ് സെൻറ്റൻസ് പറയുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. അതിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ആദ്യം നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസുകൾ എഴുതുക. അത് നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എഴുതി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്താൽ മതി. പക്ഷെ നമ്മളത് ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തോ പെട്ടെന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. സോ വി വിൽ നോട്ട് ഡു ദാറ്റ്. വിൽ ബി ലൈക്ക് നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകും. ഓക്കെ, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇതുപോലെ പോസിറ്റീവ് സെൻറ്റൻസ് എഴുതിയിട്ട് അഫർമേറ്റീവ് എഴുതിയിട്ട് പിന്നെ നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തേ ഉള്ളൂ, നിങ്ങൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്യണം. ഇതേപോലെയുള്ള ഫ്രേസസ് നമ്മൾ ഇനിയും പറയുന്നുണ്ട്. അത് നിങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. വൈ ഡിഡ്ന്റ് യു കൂടുതൽ ആളുകളെ കാണുന്ന സമയത്ത് അവരോട് ചോദിക്കുക. ഇനി അതുമല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, പഠിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴിയാണത്. സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഫ്രേസ് ഉപയോഗിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലുണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ പറയാനുള്ള ഒരു അവസരം നമുക്കില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ഫ്രേസ് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇത്തരം രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. റൈറ്റ് അപ്രോച്ച് നമ്മൾ എടുക്കണം. റൈറ്റ് ട്രെയിനറേയും നിങ്ങൾക്ക് കിട്ടണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇംഗ്ലീഷ് അല്ല, ഇനിയിപ്പോൾ ജപ്പാനീസ് വേണമെങ്കിലും വളരെ സുഗമമായിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ഈ ഒരു ചെറിയ ടേമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. വളരെ ബെനിഫിഷ്യൽ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് എനേബിൾ ദ ബെൽ ഐക്കൺ സോ ദാറ്റ് യു വോണ്ട് മിസ് എനി ഓഫ് ദ വീഡിയോസ്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ I'll be back with another important and interesting topic. Till then, you take care.